ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പം നമുക്ക് മോർണിംഗ് ക്ലാസ്സിലേക്ക് കിടക്കാം. മോർണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ മോർണിംഗ് ടോപ്പിക് എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്, ഓരോ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അല്ലേ? പ്രൊഡക്റ്റീവായിട്ട്, എനിക്ക് ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഡേ ചർച്ച ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം, എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ പോകണത്. പക്ഷേ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങും, രാവിലെ നല്ല തണുപ്പും നല്ല നല്ല സുഖമുള്ള ഉറക്കവും പുതപ്പിൻ്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കിടക്കട്ടെ എന്ന് തോന്നും. കുറച്ചും കൂടെ കിടക്കട്ടെ എന്ന് തോന്നുമ്പോൾ എന്നാൽ കുറച്ചും കൂടെ കിടക്കട്ടെ എന്ന് തോന്നും. അങ്ങനെ കിടന്ന് ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കമുണ്ട്, ഈ ഉറക്കമൊക്കെ ഒന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ ഡേ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ തോന്നും. ഇങ്ങനെ പല 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 റീസൺസ് പറഞ്ഞിട്ട് അന്നത്തെ ഡേ നമ്മൾ പതിവ് പോലെ വൈകി എഴുന്നേൽക്കും. ചിലപ്പോൾ ഒരു ദിവസം ഭയങ്കര ഫോഴ്സ്ഫുള്ളി 1, 2, 3 ദിവസമൊക്കെ നേരത്തെ എഴുന്നേൽക്കും. വീണ്ടും എന്തുപോലെയായി, തദൈവ ഞാൻ പഴയതുപോലെയായി അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത്? രാത്രി ഇപ്പം കുറേ മോട്ടിവേഷൻസ് ക്ലാസ്സിലൊക്കെ കേൾക്കും, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കണം, ഞാൻ നാളെ 5 മണിക്ക് എഴുന്നേൽക്കും എന്നുള്ളതും കറക്റ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നുള്ളതും ഒക്കെ ഉറപ്പിക്കണം എന്ന് പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചിട്ടും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടും എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 5 മണിക്ക് കഴിയാൻ പറ്റാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രൊഡക്റ്റീവ് ആവാൻ പറ്റാത്തത്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മടിയാണോ? ലേസിനെസ് ആണെന്ന് പറയാം. ഓക്കെ, മടിയാണെന്ന് പറയുന്നതുണ്ട്. മടിയാണ് എന്നതിനപ്പുറം ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. എന്തിനാ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്? 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കിട്ടണം? പായസം വിളമ്പാനൊന്നുമില്ലല്ലോ, അവിടെ മന്തിയും ബിരിയാണി ഒന്നും ലഭിക്കൊന്നുമില്ലല്ലോ 5 മണിക്ക് എഴുന്നേറ്റിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നിധി കിട്ടുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ചാടി എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പം ടൂറൊക്കെ പോവുക, സ്കൂളിൽ നിന്ന് ഞാനൊക്കെ ചെറുപ്പത്തിലെ ഫീൽ ചെയ്തൊരു കാര്യമാണ്, എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ടൂർ പോകാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, നേരത്തെ എഴുന്നേൽക്കും. അങ്ങനെ ഹാപ്പിനെസ് ഉള്ള എന്തെങ്കിലും സംതിങ് ആ ഡേ സംഭവിക്കുന്നുണ്ടെങ്കിൽ എനർജറ്റിക് ആണ്, നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു മാറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടൂർ പോകുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബ്രഷ് ചെയ്തൊക്കെ ചെയ്യല്ലോ അല്ലേ? അതേസമയം ഒരു ഡേ തുടങ്ങുകയാണെങ്കിൽ, നോർമൽ ഒരു ഡേ ആണെങ്കിൽ നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുമോ? രാവിലെ അക്യുപഞ്ചറിൽ ഒരു പറയാറുണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ട് നന്നായിട്ട് കുളിക്കാം, ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ട് തലയിലൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര ഹെൽത്തിന് ഭയങ്കര ഇതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ധനൻലാൽ സാർ ഉണ്ടായിരുന്നു. ധനൻലാൽ സാർ അദ്ദേഹം ഭയങ്കര ദൂരേന്ന് വരുന്നതാണ്, പെരുവണ്ണാമൊഴിയോ അവിടുന്ന് എവിടത്തേക്കോ വരുന്നതാണ് സാർ. ഇത്രയും ദൂരം 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നതാണ്. പക്ഷെ സാറ് പറയുന്നു, ഞാൻ രാവിലെ കിണറിലെ വെള്ളത്തിൽ കോരി കുളിച്ചിട്ടാണ് വരുന്നതെന്ന്. ഓർക്കുന്നുണ്ടോ? അപ്പം ആ ഒരു ഇതിന് എന്തോ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ട് നമ്മളെ ശരീരത്തെ എനർജൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നു ആ ഒരു രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രാവിലെ എഴുന്നേറ്റിലല്ലേ ഇപ്പോൾ കുളിക്കാൻ പറ്റുള്ളൂ? എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, നമ്മൾ അന്നത്തെ ഡേ തലേ ദിവസം രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ തലേ ദിവസം നമ്മൾ തീരുമാനിച്ചുറപ്പിക്കും, ഞാൻ നേരത്തെ ഉറങ്ങണം. പക്ഷേ ആ തീരുമാനിച്ചുറപ്പിക്കുന്നതിൻ്റെ മുന്നേയോ അല്ലെങ്കിൽ ആ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തോ എനിത്തിങ് നിങ്ങളെ ലൈഫിൽ നിങ്ങളെ മൈൻഡിൽ കൊടുത്തിട്ടുള്ള കുറേ നെഗറ്റീവ് ടോക്സിൻസ് ആണ് നിങ്ങളെ രാവിലെ ഉണരാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത്. ടോക്സിൻസ് മീൻസ് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നത്, ഞാൻ തൊട്ട് മുന്നേ കുറേ ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫ് നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ട്സ്, അല്ലെങ്കിൽ എനിക്ക് പറ്റാതെ പോയി, നിങ്ങൾ മൈൻഡിന് കൊടുക്കുക, എനിക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇന്ന് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നത്, എന്നാലും
പിന്നെ അവരിന്ന് അങ്ങനെ പറഞ്ഞില്ലല്ലോ, അവരോട് ഞാനത് വേണമെന്ന് പറഞ്ഞാണോ, എന്നാലും അത് തന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് അവരെനിക്ക് ഇന്ന് അത് തരാതിരുന്നത്, എന്നാൽ ഇന്ന് എനിക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ കിട്ടുന്ന ഞാൻ അത്രയും പ്രതീക്ഷയാണ് ക്ലയൻറ്റ് ക്ലോസ് ചെയ്യുന്നത്, പക്ഷേ ക്ലയൻറ്റ് ക്ലോസ് ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും നിങ്ങളെ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ, എനിക്ക് എന്താ ഇങ്ങനെ, അല്ലെ ഫാദറോ മദറോ എന്തെങ്കിലും നിങ്ങളെ പറ്റി കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. എനിത്തിങ് എന്ത് തന്നെയാണെങ്കിലും ഇത്തരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിലായിരിക്കും ഓൾറെഡി നിങ്ങൾ ആ ഈവനിങ് എൻഡ് ചെയ്യുന്നത്. ആ ഒരു രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങളെ എൻഡിങ് പലപ്പോഴും ഇങ്ങനെ ആവാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. ഇതുവരെ ചിന്തിച്ച് എല്ലാ നെഗറ്റിവിറ്റിയെയും ഒന്ന് മാറി ബ്രെയിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ, ബ്രെയിനെ ഒന്ന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് നിങ്ങളുടെ ഡ്രീമും വിഷ്വലൈസ് ചെയ്ത് കിടന്നുറങ്ങാൻ പറ്റുമ്പോഴാണ് നമുക്ക് നാളെ രാവിലെ എന്തിന് ഞാൻ എഴുന്നേൽക്കണം, നാളത്തെ ഡേ എനിക്ക് എന്ത് എനർജി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുകയും സമാധാനത്തോടു കൂടി ഉണരുകയും അന്നത്തെ ഡേ ചെയ്യേണ്ട ആക്ടിവിറ്റികൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം അങ്ങനെ ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റുള്ള വ്യക്തിക്ക് കൂടുതൽ ഗ്രോത്തും പ്രൊഡക്റ്റീവും ആകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഈ ഒരു കാര്യം സംഭവിക്കുക, ഈ ഹാപ്പിനെസ്സിൽ കിടന്നുറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മോർണിംഗ് എഴുന്നേൽക്കാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ. അതുകൊണ്ട് മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കാര്യം അതായിരിക്കാം. പല കാരണങ്ങളുണ്ടാവും, ഇന്നർ ട്രോമാസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, പക്ഷേ ഒരു കാര്യം ഇതാവാം. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ്സ് ഉണ്ടോ മനഃപൂർവ്വം നിങ്ങളെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എനിക്ക് വന്നിപ്പോൾ മാസേൻ്റെ അല്ലെങ്കിൽ ഗിരീൻ്റെയോ ചിന്തകളിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. എനിക്കില്ലാതായി പോയി, എനിക്ക് കിട്ടിയില്ലല്ലോ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് അന്നത്തെ ഡേ അത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടതുകൊണ്ട് അത് കിട്ടുമോ? ഇല്ല, ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ലല്ലോ. സങ്കടപ്പെട്ട് ഇരുന്നാൽ കിട്ടുമോ? സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളെ ശരീരത്തിൻ്റെ എനർജി പോവും, നിങ്ങളെ വൈബ്രേഷൻ ഒക്കെയാണ് മാറുന്നത്. അതുകൊണ്ട് എന്തിന് ഞാൻ എഴുന്നേൽക്കണം, ഞാൻ ഉണരണം എന്നുള്ള ഡീപ്പ് ഇൻറ്റൻഷൻ അവിടെ സെറ്റ് ചെയ്യണം. ഇത് ഉണരുന്നത് എൻ്റെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി, ഇത് ഉണർന്നേ എനിക്ക് പറ്റൂ എന്നുള്ള ഒരു ഡീപ്പ് ഇൻറ്റൻഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ലൈഫിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. രാവിലെ ഏർലി മോർണിംഗ് 1/2 മണിക്കൂർ ഫോൺ എടുക്കാതെ ഡീപ്പായിട്ട്, ഈവൻ ഞാൻ നിങ്ങൾക്ക് എനിക്ക് അതുപോലെ എങ്ങനെ ഞാൻ മാറ്റുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഫോൺ എടുക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ മോർണിംഗിൻ്റെ ലിങ്ക് അയച്ചു തരണേ. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ പെട്ടെന്ന് വന്ന എമർജൻസി മെസ്സേജ് അർജൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് നോക്കും. ചില മെസ്സേജസ് നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല, പക്ഷെ അതെടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു മോർണിംഗ് തന്നെ ഇങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അപ്പം ഞാൻ തന്നെ ഇതെങ്ങനെയാണ് ഈ ഒരു ലിങ്ക് നേരത്തെ അയച്ചു തന്നിട്ടും, പക്ഷേ എന്നാലും വാട്സപ്പിൽ കയറി ഓപ്പൺ ആക്കുമ്പോഴാണ് ഞാൻ സൂമിലേക്ക് കയറല്ലേ. അപ്പോൾ പെട്ടെന്ന് മെസ്സേജസ് നമ്മൾ അത്ര പോലും നമ്മൾ ആ ഫോണും മെസ്സേജും നോക്കാതെ ആയിരിക്കണം അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ തന്നെ നെഗറ്റീവ് കയറി, രാത്രി ഓൾറെഡി നെഗറ്റീവ് കയറി, ഇങ്ങനെ നെഗറ്റീവിൽ നിങ്ങളിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കും. അതിനൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. മനഃപൂർവ്വം ബോധപൂർവം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവെയർ ആവുക. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എന്തിനാണ് ഞാനിത് ചിന്തിക്കുന്നത്, എന്തിനാണ് ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും, അത് ചെയ്തില്ല എന്ത് സംഭവിക്കും, ഇല്ലെങ്കിൽ എനിക്ക് എന്ത് നേട്ടമാണ്. ഇങ്ങനെ ബോധപൂർവം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നേരത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് മൈൻഡിന് ഓൾറെഡി സെറ്റ് ചെയ്യണം. നെഗറ്റീവ് ചിന്തിക്കരുത് എന്നുള്ള തീരുമാനം തന്നെ എടുക്കുക. കുറച്ച് ദിവസം പണിയുണ്ടാവും, കുറച്ച് ദിവസം ബോധപൂർവം ചെയ്ത് പോയാലേ പിന്നെ അത് റുട്ടീനായി മാറുള്ളൂ. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യണം, അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഒരു ഡീപ്പ് ഇൻറ്റൻഷൻ വേണം. ഞാൻ എന്തിനു നേരത്തെ എഴുന്നേൽക്കുന്നു എന്നുള്ള ഒരു ഡീപ്പ് ഇൻറ്റൻഷനോട് കൂടി നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇത്രയും ലെങ്തി മെഡിറ്റേഷനൊന്നും അധികം ആരും തരാറില്ല. 1/2 മണിക്കൂർ ഇത്രയും ലെങ്തി മെഡിറ്റേഷൻ ചെയ്യുന്നത് തരുന്ന എന്തിനാണ്, നിങ്ങൾ ആ ഗോളും വിഷൻ ബോർഡും ഒക്കെ അതിലേക്കൊന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബോധപൂർവം നിങ്ങൾ ഗോളും വിഷൻ ബോർഡൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് മെഡിറ്റേഷനിലൂടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത് തന്നെ.
മനസ്സിലായോ? അപ്പോൾ 4:30 അല്ലെങ്കിൽ 5 മണിക്ക്, 5:30, 6 മണിക്ക് നേരത്തെ ഉണരുക എന്നുള്ളത്, ആ ഉണരുന്നതിന് മുമ്പ് തന്നെ ആ വേക്കപ്പ് കോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നേരത്തെ തന്നെ ഒരു പിന്നെ അലാമൊക്കെ പല ആളുകളിലേക്ക് സെറ്റ് ചെയ്ത് ഒരാൾ അക്കൗണ്ടബിളായിട്ട് നിർത്തിയിട്ട് വേണം നിങ്ങൾ അന്നത്തെ ഡേ തലേ ദിവസം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണരുന്നത് തന്നെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് ആദ്യപാട് ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് സൈലൻ്റ് ആയിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഡിവൈൻ കണക്ട് ചെയ്തിട്ട് താങ്ക് യു എന്ന് പറയണം. പിന്നെ ഞാൻ ഇന്ന് ഒരു നല്ലൊരു ദിവസം തുടക്കം ചെയ്യുന്നു, നന്നായിട്ട് കരുത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇന്നത്തെ ഡേ എനിക്ക് ഉണരാൻ കഴിഞ്ഞു, അതുപോലെ ഇന്നത്തെ ഡേ മുഴുവൻ എനിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതിന് നേരത്തെ അഡ്വാൻസ് ആയിട്ട് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് 3, 2, 1, 0 എന്ന് പറയുമ്പോഴത്തേനും സടപടയെന്ന് പറഞ്ഞ് കുടഞ്ഞ് എഴുന്നേറ്റ് ഓടിപ്പോയി ബാത്റൂമിൽ പോയിട്ട് മുഖം ഒന്ന് കഴുകുക. മുഖം കാല് കഴുകിയാൽ തന്നെ നിങ്ങൾ ആ ഉറക്കത്തിൽ നിന്ന് ആ ഉറക്കത്തിൽ നിന്ന് വിടാതെ ഉറങ്ങിയാലോ, കുറച്ചുകൂടി ഉറങ്ങുക, അവിടെ കിടക്കുക, ഇവിടെ കിടക്കുക, 1, 2, 3, 4 എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി മുഖം കഴുകണം. അത്രയും ഫാസ്റ്റായിട്ട് ഇരിക്കണം. മനസ്സിലായോ? എന്നിട്ട് പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ പ്രെയർ ചെയ്യാം, ബോഡി സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ്സ് അല്ലെ എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം കുടിക്കുക രാവിലെ തന്നെ. ഇത്തരം കാര്യങ്ങൾ ആദ്യത്തെ അരമണിക്കൂർ ഫോൺ എടുക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ അന്നത്തെ ഡേ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് കഴിയാത്തതിൻ്റെ പ്രശ്നം, നമ്മളെ ബോഡി പലപ്പോഴും നമ്മൾ മൂവ് ചെയ്യുന്നില്ല. എക്സസൈസ് നമ്മളെ ഡേ കുറവാണ്, ഇരിക്കുക, വർക്ക് ചെയ്യുക. അപ്പം നല്ല ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നന്നായിട്ട് ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കണം. തലേദിവസം അന്ന് 5 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി രാവിലെ ഉറക്കത്തിൽ മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ തലേദിവസം നിങ്ങൾക്ക് നന്നായിട്ട് ബോഡിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവണം, ഒന്നാമത്തത്. രണ്ടാമത്തത് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഞാൻ എഴുന്നേക്കുന്നത് അന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. നിങ്ങൾ ഗോള്, വിഷൻ ബോർഡ് ഇതിനെ വിഷ്വലൈസ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്താണ് കിടന്നുറങ്ങാൻ. നിങ്ങൾ ഗോള് എന്തൊക്കെ ചെയ്യണം? തലേദിവസം ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്യണം, അലാം സെറ്റ് ചെയ്ത് തലേദിവസം പോസിറ്റീവായിട്ട് കിടന്നുറങ്ങണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കണം. മൂന്നാമത്തത്, നാളെ ഞാൻ എഴുന്നേറ്റാനുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അച്ചീവ്മെൻറ്റ്സ്, ഇത് ഞാൻ എഴുന്നേറ്റാലുള്ള എനിക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ്, എഴുന്നേറ്റ് കഴിഞ്ഞ അരമണിക്കൂർ മുന്നേയും ഫോൺ മാറ്റി വെക്കണം, സൈലൻറ്റ് മോഡിലേക്ക് മാറ്റി വെക്കണം. ആ തലേദിവസം തന്നെ അല്ലെങ്കിൽ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ തന്നെ നാളെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഒരു ഷെഡ്യൂളും കൂടെ ചെയ്യാം. നാളത്തെ ഡേ ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഷെഡ്യൂളും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടി, നാളത്തെ ഡേ എൻ്റെത് എന്താണെന്നുള്ളത്. ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അന്നത്തെ ഡേനെ കുറച്ചും കൂടെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാം. ഈ കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് രാവിലെ ഉണരാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ഹീലിംഗ് നടത്തേണ്ടതുണ്ട്. സെൽഫ് ലവ് കൂട്ടുക, സെൽഫ് ഹീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ഫോർഗീവ്നെസ്. അപ്പം ആ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് മുഴുകേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പം ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നല്ലൊരു തുടക്കം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം പിന്നെ എന്താണ്, എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ്സിലേക്ക് ഇതുപോലെ കയറാൻ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓഗസ്റ്റ് 4 30 ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതത്തിൽ നിങ്ങളെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്നതുവഴി എങ്ങനെ ലഭിക്കും, നിങ്ങളെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പിലൂടെ നിങ്ങളെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക്, നിങ്ങളെ ഗോളിലേക്ക് നിങ്ങളെ മൈൻഡിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് 30 ഡേ മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ABC അബണ്ടന്റ് ബ്ലൂ പ്രിൻറ്റ് ക്രിയേഷൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ഓൾറെഡി ഉള്ള ബ്ലൂ പ്രിൻറ്റ്സിനെ മാറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആരുണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, അവരെ ക്ഷണിക്കാം, ഇൻവൈറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.